കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. അഭിവൃദ്ധികളെ കൊണ്ടുതരുന്ന പത്താമതയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? മേടം പത്താം തീയതിയാണ് സാധാരണ പത്താമതയമായിട്ടിരുന്നത്. 2021 നമുക്ക് പത്താമതയം എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ മാസം 23 തീയതി വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത്. വെള്ളിയാഴ്ച ദിവസം വരുന്നത് ഏറ്റവും നല്ലതാണ്. ശുക്രന് പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പത്താമതയത്തിന് ആദിത്യനാണ് പ്രാധാന്യമായിട്ട് പറയുന്നത്. ഭൂമിയുടെ നേർരേഖയിൽ ആദിത്യം വരുന്ന ദിവസത്തിനെ നമുക്ക് പത്താമതയമായിട്ട് പറയാറുണ്ട്. പത്താമതേ ദിവസം വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന ദിവസമായിട്ടും ഈ ദിവസങ്ങൾ ധാരാളം വിവാഹങ്ങൾ നടക്കുന്ന അവസ്ഥകൾ പറയാറുണ്ട്. ഈ ദിവസത്തിൽ ധാരാളം നമുക്ക് പരവാസ്തുബലി, ഗൃഹപ്രവേശന ചടങ്ങുകൾ, കല്ലിടുക. പത്താമതയത്തിന് കല്ലിട്ട് കഴിഞ്ഞാൽ ആ വീടിന് ദീർഘകാലം ആ വീട് നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വീട് സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യത്തിന് കല്ലിടാന്, കട്ടള വയ്ക്കാന്, കുറ്റിയടിക്കാന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന്, മുടങ്ങിക്കിടന്ന വീട് പണി പുനരാരംഭിക്കാൻ എല്ലാത്തിനും പത്താമതയം നമ്മൾ കണക്കിലാക്കാറുണ്ട്. പത്താമതയത്തിന് നമുക്ക് മുഹൂർത്തം പോലും നോക്കണ്ട എന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട്. എങ്കിലും മുഹൂർത്തം നോക്കുന്നത് നന്നായിരിക്കും. കാരണം നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ശുഭകരമായിട്ടുള്ള ദിവസം ആണെങ്കിൽ പോലും നമുക്ക് ശുഭകരമായിട്ടുള്ള മുഹൂർത്തം കൂടെ അതിലെടുക്കുമ്പോൾ മധുരത്തിന് ഇരട്ടി മധുരം പകരുന്ന പോലെയാണ് പറയുന്നത്. അപ്പം ആദിത്യന് പ്രാധാന്യമുള്ള ദിവസത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആദിത്യന് ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ, നമ്മൾ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്ന ദൃഷ്ടിഗോചരമായിട്ടുള്ള കൺകണ്ട ദൈവമായിട്ടാണ് ആദിത്യനെ പറയപ്പെടുന്നത്. ആദിത്യൻ്റെ പൂർണ്ണമായിട്ടും അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്ക് ഈ ഞായറാഴ്ച ദിവസം സാധാരണഗതി പറയുന്നത്. പിന്നെ പറയുന്നതാണ് 1-ാം ദിവസങ്ങളിൽ പറയാറുണ്ട്. പിന്നെ പറയുന്നത് ഈ പറഞ്ഞ പോലെ നേർരേഖ വരുന്ന പത്താമതയത്തിന് ചെയ്യുന്ന എന്ത് കാര്യങ്ങളായാലും അതിന് പെട്ടെന്ന് ഫലം സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പത്താമതയത്തിന് പലവിധ അഭിവൃദ്ധികൾ ഉണ്ടാവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന 3-4 കാര്യങ്ങളുണ്ട്. പത്താമതയത്തിന് ആദ്യം തന്നെ നമുക്ക് ഇടുന്ന ആദിത്യ പൊങ്കാല എല്ലാവർക്കും ഇടാൻ അറിയാം. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് അടുപ്പ് കൂട്ടി അതിൻ്റെ വലത് ഭാഗത്തൊരു വിളക്ക് 5 തിരിയിട്ടോ 2 തിരിയിട്ടോ കത്തിച്ച് അതിന് മുമ്പ് ഗണപതിയൊരുക്ക് വെച്ച് നമ്മൾ ആദിത്യന് പാൽപ്പായസ പൊങ്കാല അല്ലെ പായസ പൊങ്കാല, വെള്ളച്ചോറ് കൊണ്ടുള്ള പൊങ്കാലകളൊക്കെ സമർപ്പിക്കാറുണ്ട്. അത് ഈ മേടം തൊട്ട് അടുത്ത മേടം വരെയുള്ള കുടുംബത്തിലെ അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് കണക്കാക്കിയ വീട്ടമ്മമാരാണ് സാധാരണ ചെയ്യാറ് പതിവ്. വീട്ടമ്മമാരില്ലാത്ത വീടുകളിൽ പുരുഷന്മാരും ചെയ്തു വരുന്നത് കാണാറുണ്ട്. വ്രതശുദ്ധിയോട് വേണം നമ്മൾ ഈ ആദിത്യ പൊങ്കാല സമർപ്പിക്കാനായിട്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ ദേശത്ത് ഒരു 10 ക്ഷേത്രങ്ങളിലെങ്കിലും കുറഞ്ഞത് നമ്മൾ കുറേശ്ശെ മതി, ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ 5 കിലോ അരി വാങ്ങിച്ചിട്ട് കുറച്ച് ശർക്കരയും വാങ്ങിച്ച് ഓരോ കദളിപ്പഴമെങ്കിലും ഉൾപ്പെടെ ഒരു 10 കവറിലാക്കുക. അടുത്തുള്ള 10 ക്ഷേത്രങ്ങളിൽ ഇത് കൊടുക്കുന്നത് 10 തരം അഭിവൃദ്ധികളെ നമുക്ക് കൊണ്ടുതരുന്നതിന് ഏറ്റവും സഹായകരമായിരിക്കും എന്നാണ് പറയുന്നത്. സാധുക്കളായിട്ട് നിർധനരായിട്ടുള്ള ആർക്കെങ്കിലും വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു തോർത്ത്, അല്ലെങ്കിൽ ഇപ്പം ഇന്നിപ്പം നിർധനരായിട്ടുള്ളത് കാണാൻ കിട്ടാൻ വളരെ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ റോഡ് അരികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ, ഒന്നുമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പത്താമതയത്തിന് കൊടുക്കാൻ പറ്റുന്നതാണ് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പശുവിന് ഭക്ഷണം കൊടുക്കുന്നത്, കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒക്കെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാ ജീവികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്, എന്നാൽ ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ ഫലം കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പറയുക. പിന്നെ നമുക്ക് വാർദ്ധക്യത്തിലായിട്ട് കിടപ്പ് രോഗികളായിട്ട് അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന വ്യക്തികൾക്കൊക്കെ ഉണ്ട്. അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്കൊരു പരിധി വരെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടാവുന്ന മരുന്നുകൾ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഒഴിവാക്കാൻ സഹായിക്കും. നമുക്ക് ആശുപത്രി വാസങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും. നമുക്ക് എന്താണ് വേണ്ടതാണ് നമ്മൾ ഈശ്വരന് കൊടുക്കുന്നത്. അതേ വസ്തുക്കൾ തന്നെ മറ്റുള്ളവർക്കും കൊടുത്താട്ടെ. അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ അവിടെ മാറിപ്പോവും. മരുന്ന് കഴിക്കുന്നതിനാ രോഗം ഉണ്ടാകുമ്പോഴാണ്. രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. ഇങ്ങനെ പലവിധം അഭിവൃദ്ധികളെ പത്താമതയം കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. പത്താമതയത്തിന് തമിഴ് ബ്രാഹ്മിൺസ് പ്രകാരമൊക്കെ ആണെങ്കിൽ അതിൽ ആദിത്യ പൂജയായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതായത് കിഴക്ക് ഭാഗത്ത് ഭഗവാൻ ഉദിച്ചു വരുന്ന സമയത്ത്
അകത്തിൻ്റെ ചിത്രം അരിപ്പൊടി കൊണ്ടും മഞ്ഞപ്പൊടി കൊണ്ടും ലേഖനം ചെയ്ത് വലത്തുവിടത്ത് ഓരോ വിളക്ക് വെച്ച് നടുക്കത്തെ വിളക്കിൽ അഗസ്ത്യ ഭഗവാനെ ആവാഹിച്ച് നിവേദ്യമുള്ള കൊടുത്ത് ഒരു വർഷക്കാലം നമ്മുടെ കുടുംബത്തിൽ അഗസ്ത്യ ഭഗവാൻ അനുഗ്രഹം, ഒരു വർഷക്കാലം മാത്രമല്ല അടുത്ത മേടം 10 വരെ, അല്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങൾ എത്രയാണോ അത്രയും കുടുംബത്തിൻ്റെ സ്വസ്ഥയ സമാധാനം ഐക്യതയായിട്ടൊക്കെ ജീവിക്കാനായിട്ട് തൊഴിൽപരമായിട്ട് അതിൽ വീട്ടമ്മമാർ ഈ പൂജ അഗസ്ത്യ പൂജയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു സൂര്യനെ നമ്മൾ അരിപ്പൊടി കൊണ്ട് വരയ്ക്കുക, അതിനകത്ത് മഞ്ഞപ്പൊടി കൊണ്ട് നിറയ്ക്കുക, ചുറ്റും ഓരോ രേഖകൾ കൊടുക്കുക, രേഖകൾ കൊടുത്ത് വിളക്ക് കത്തിച്ച് വെച്ച് ഓം ആദിത്യായ നമഃ എന്ന് പറഞ്ഞൊരു 12 പുഷ്പമെങ്കിലും 10 പുഷ്പമെങ്കിലും ഇട്ട് എൻ്റെ മുമ്പിൽ ഒരു ഉണ്ണിയപ്പോ ഗണപതി ഒരു വെക്കുന്ന പോലെ ത്രിമധുരമായിട്ട് വെക്കുവോ, അവനെ കൊണ്ട് കഴിയാവുന്ന ശുദ്ധവൃത്തിയോട് ഉണ്ണിയപ്പോ എന്ത് ദ്രവ്യങ്ങൾ ഭഗവാൻ കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിച്ച് അതിന് ശേഷം അവസാനം നമുക്ക് കർപ്പൂരം കത്തിക്കാം. അങ്ങനെ നമുക്ക് ആദിത്യ പൂജ കഴിക്കാം. ഇപ്പം ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിനായിട്ട്, ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നതിനായിട്ട് ഈ 10-ാം ഉദയത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇനിയും മനുഷ്യർക്ക് ഉതകുന്ന നാനാവിദ്യകളുമായിട്ട് അറിവുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.